അസ്സലാമു അലൈക്കും. എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാവട്ടെ. മാറാവ്യാധി രോഗത്തെ തൊട്ടും അപകട മരണങ്ങളെ തൊട്ടും അള്ളാഹു നമ്മളെല്ലാവരെയും കാത്തു രക്ഷിക്കട്ടെ. നമുക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. അപ്പം ഞാനിന്ന് ബ്രെഡ് കൊണ്ടൊരു പോളുണ്ടാക്കുകയാണ്, മുട്ട വെച്ചിട്ടിട്ടാ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളത് കാണിച്ചു തരാം. ഇതാണ് നമ്മൾ ഉണ്ടാക്കിയത്. അപ്പോൾ ഇതിനെന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യമുള്ളതെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. നല്ല അടിപൊളി സാധനം കേട്ടോ. നോമ്പറക്കാനൊക്കെ നല്ല എരിവും ഒക്കെ ഉണ്ടാവും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ളതിനുള്ള സാധനങ്ങൾ എന്തൊക്കെ, ഞാൻ 2 വലിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒരു തക്കാളി, ഒരു 3-4 പച്ചമുളകുണ്ട്, ഒരു പിടി ചപ്പും പൊതിനും വേപ്പിൻ്റെ ഇലയും കൂടെ, പിന്നെ 3 മുട്ട പുഴുങ്ങിയതുണ്ട്, 2 മുട്ട പച്ച ഉണ്ട് കേട്ടോ, പിന്നെ പാല്, കുരുമുളക്, പിന്നെ ഇഞ്ചി വെളുത്തുള്ളി, ബ്രെഡ്, പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ഗരം മസാലയും വെളുത്തുള്ളി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഉള്ളിയും ഇതൊക്കെ സാധനങ്ങളൊക്കെ ഒന്ന് എടുത്ത് വഴറ്റി കൊടുക്കണം. പിന്നെ അതുപോലെ നമുക്ക് 2 മുട്ട പൊട്ടിച്ചിട്ട് അത് നല്ല ഇതാക്കിയിട്ട് അതിലേക്ക് പാൽ ഒഴിച്ച് കൊടുക്കണം കേട്ടോ. അപ്പം നമ്മൾ ആദ്യം ചട്ടി ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ആ ഉള്ളി ഒന്ന് വഴറ്റാനിടട്ടോ. ഈ വഴറ്റണ ടൈമുള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് എല്ലാം സെറ്റാക്കിയാണ്ട് വേഗം അടുപ്പിൽ വെച്ച് കൊടുത്ത സാധനം വേഗം റെഡിയാവും. നമ്മൾ പൊരിക്കടി ഉണ്ടാക്കണക്കാട്ടിയൊക്കെ സുഖമാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ, നോമ്പറക്കുമ്പോഴൊക്കെ. കാരണം എണ്ണയും കുറേ നമുക്ക് നല്ലതാണ് കുറക്കാൻ, പിന്നെ പണി എളുപ്പമാണ്. അപ്പോൾ 2 ലാഭമാണ് ഇപ്പോൾ ഇതിൽ. എന്നാലും തിന്നാൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ ഉള്ളി വാടാൻ വേണ്ടിയിട്ട് ഒരു തുള്ളി ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലൊന്ന് വാടി കെട്ടട്ടെ. നമുക്ക് പിന്നെ ഇറച്ചി വെച്ചിട്ട് ഉണ്ടാക്കട്ടെ. ഞാനിന്ന് മുട്ട വെച്ചിട്ടാണ് ഉണ്ടാക്കണത്. നല്ല എല്ലാവർക്കും ഇഷ്ടപ്പെടും. എരുവിൻ്റെ കടീനോടുള്ള നോമ്പറക്കുമ്പോൾ എല്ലാവർക്കും ഇഷ്ടം. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക് മുറിച്ചിട്ടുണ്ട്, അതിട്ട് കൊടുക്കട്ടെ. ഉള്ളി ഒരു കണ്ണാടി മോഡലായി വന്നിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടോ. ഓവറായിട്ട് ഇങ്ങനെ കുക്കാണ്ടി ആവശ്യമൊന്നുമില്ല. ഇതെല്ലാതും കൂടെ എത്തുമ്പോൾ പിന്നെ ആവശ്യത്തിലുള്ള കുക്കാവും ചെയ്യും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഇഞ്ചും വെളുത്തുള്ളിയും കൂടെ അരച്ചിട്ട് കൊടുക്കട്ടെ. എല്ലാതും കൂടെ ഒന്ന് നല്ലൊന്ന് മിക്സ് ചെയ്ത് ഒരു ഇതിൻ്റെ പച്ചമണം മാറുവോളം നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. നോമ്പുകാലം വന്നാൽ നമ്മൾ എന്ത് വിചാരിച്ചാലും കടി ഉണ്ടാക്കണ്ടെന്ന് വിചാരിച്ചാലും ഉണ്ടാക്കില്ലേ. ആ നേരമാകുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവില്ല, എന്തെങ്കിലും ഒരു എരിവിൻ്റെ ഒരു പൊരിക്കടി ഇല്ലാഞ്ഞാൽ. പിന്നെ നമ്മൾ ഒരു തക്കാളിയാണ് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത്, അത് നമ്മൾ ഇതിൽ ഇട്ട് കൊടുത്തിട്ടാണ്. കുറച്ച് ചപ്പും പൊതിന് നമുക്ക് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി പിന്നെ ഇട്ട് കൊടുക്കാം. തക്കാളിയൊക്കെ നല്ലൊന്ന് ആവി വന്ന് ചൂടായി കഴിഞ്ഞാൽ തന്നെ ഒരുവിധം പാകാവും കേട്ടോ. ഞാൻ കുറച്ച് ഗരം മസാലൻ്റെ പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. പിന്നെ കുറച്ച് മുളക് പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇതെല്ലാതും കൂടെ നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഇതിൻ്റെ പച്ചമണം മാറുവോളൊന്ന് ചെയ്താൽ മതി, പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ആവശ്യത്തിന് നമ്മൾ ഉള്ളിയും തക്കാളിയൊക്കെ വാഴണ്ടി വന്നിട്ടുണ്ട് കേട്ടോ. ബാക്കിയുള്ള ചപ്പും പൊതിനും കൂടെ ഞാൻ പിന്നെ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിലേക്കുള്ള കൂട്ടൊക്കെ സെറ്റായിട്ടുണ്ട്. നമുക്ക് മുട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ടല്ലോ, നമുക്കൊന്ന് പിന്നെ ചെറുതാക്കി മുറിച്ചിട്ട് അതും ഇങ്ങനെ നിരത്തി കൊടുക്കട്ടോ. ചപ്പും പൊതിനും ഇട്ട് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മളധികം വഴറ്റേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ തീ ഓഫാക്കിയിട്ടുണ്ട്, ഒന്ന് ചൂടാറാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതാക്കട്ടെ.
തക്കാളിയൊക്കെ ഉടഞ്ഞൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് നമുക്ക് ഈ 2 കോഴിമുട്ട ഒന്ന് പൊട്ടിച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. ഈ കുറച്ച് കുരുമുളകും കുറച്ച് ഉപ്പും കൂടെ ഇട്ടുകൊണ്ട് നല്ലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് പാലും കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് നമുക്ക് ബ്രെഡിൽ മുക്കാൻ വേണ്ടിയിട്ടാട്ടോ. ലാസ്റ്റ് ബാക്കിയുള്ള പാലും ഇതും കൂടെ അതിൻ്റെ മീതെ ഒന്ന് ഒഴിച്ചും കൊടുക്കാണ്ട് കേട്ടോ. ഞാൻ കുറച്ച് ഉപ്പിടുന്നുണ്ട്. നല്ലൊന്ന് മിക്സ് ചെയ്യട്ടെ കേട്ടോ. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. ഇങ്ങനത്തൊക്കെ ഇത് ഉണ്ടാക്കുമ്പോൾ കുരുമുളക് ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ. അതിൻ്റെ ഇത് നല്ല രസമാണ്. ഇങ്ങനെ പൊരിക്കടി, എരിവുള്ള പൊരിക്കടിയിലൊക്കെ കുരുമുളകിൻ്റെ പൊടി ഇട്ട് കൊടുക്കണേ. കുറച്ച് പാൽ ഒഴിച്ച് കൊടുക്കട്ടെ. രണ്ടും കൂടെ കൂട്ടിയിട്ട് ഒന്നും കൂടെ മിക്സ് ചെയ്യട്ടെ കേട്ടോ. അവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് ഈ പുഴുങ്ങി വെച്ച കോഴിമുട്ട ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കട്ടെ. എങ്ങനെയും വാങ്ങി ചെയ്യട്ടോ. ഞാൻ ഇങ്ങനെ ഉണ്ണി ഇങ്ങനെ ഒരു അരുക്കായപ്പോൾ ഇങ്ങനെ മുറിച്ച് നോക്കിയാണ്. നമുക്കിങ്ങനെ ബ്രെഡിൻ്റെ മേലെ ഇങ്ങനെ കവുത്തി വെച്ച് കൊടുക്കാമല്ലോ കേട്ടോ, മസാലക്കൂട്ടിൻ്റെ മേലെ. നമുക്ക് ഇത് വെക്കാനുള്ള പാത്രം എടുത്തിട്ട് അതിൽ നമുക്ക് കുറച്ച് നെയ്യ് വരട്ടി കൊടുക്കണം കേട്ടോ. ഈ പാത്രത്തിലാകുമ്പോൾ സുഖമാണ്, നമുക്ക് അടിയിൽ ഒട്ടിപ്പിടിക്കുന്നുള്ള പേടിയില്ല. ഞാൻ ഫ്രഷ് ആയിട്ടൊന്ന് എല്ലാ ഭാഗത്തും പാത്രത്തിൻ്റെ ഇതൊന്നിങ്ങനെ തേച്ച് പിടിപ്പിക്കട്ടെ കേട്ടോ. അടിയിലും മേലും സൈഡൊക്കെ എല്ലാ ഭാഗത്തും ആയിട്ട് നമുക്ക് ഒരുപോലെ അങ്ങോട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. എന്നാൽ പിന്നെ ഒട്ടൊന്നുമില്ലല്ലോ, പ്രത്യേകിച്ച് ഒട്ടൊന്നുമില്ല, എന്നാലും നമ്മളൊരു സമാധാനത്തിന് വേണ്ടി ചെയ്യാമെന്ന് മാത്രം. ഇതിൻ്റെ മേലെയാണ് ഇതാക്കുന്നത്. പിന്നെ 2 ലീഫിൻ്റെ കയ്യിലുണ്ട് കേട്ടോ, സമൂസ ഉണ്ടാക്കിയതിൻ്റെ ബാക്കിയാണ്, 2 ഉള്ളൂ. അപ്പം ഇനി അവിടെ വെച്ചാൽ വെറുതെ കേടന്ന് പോകണ്ടാനുള്ള ഇതിലാണ് ഞാൻ ഇതിൽ വെച്ച് കൊടുക്കണം കേട്ടോ. ലീഫ് നമുക്ക് ഇങ്ങനെ പാലും മുട്ടയും കൂടെ അടിച്ചതിൽ ഒന്നിങ്ങനെ മുക്കിങ്ങാണ്ട് ഇതിലിങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അത് രണ്ടും അങ്ങനെ വെച്ചിട്ടാണ്, പക്ഷേ വെച്ചത് എനിക്കൊരു ഞാൻ തല തിരിച്ച് വെച്ചോട്ടെ കേട്ടോ. അങ്ങനെയാക്കിയപ്പോൾ ഒരു ഭാഗം നല്ല കീറിപ്പോണ്ട്. അപ്പം ഇനി ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. അടിയിൽ വെച്ച് ഒന്നും കൂടെ അവിടെ നീക്കി കൊടുത്താൽ മതി, അപ്പോൾ സെറ്റാവും കേട്ടോ. അപ്പോൾ പാകയില്ലേ. നമുക്ക് ഇതേമാതിരി ബ്രെഡൊക്കെ ഈ പാലിൽ മുക്കിയാണ്ട് നമുക്ക് ഇത് എല്ലാ സൈഡിലും ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. പാലിൽ മുക്കി ഇതിൽ മുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെയാണ് ഓടിക്കണമെന്ന് വെച്ചാൽ അങ്ങനെയൊക്കെ ആവും ബ്രെഡ്. നല്ല സെറ്റായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ.
നമുക്ക് എല്ലാ ഓട്ടകളൊന്നും ഇല്ലാതെ എല്ലായിടത്തും ഞാൻ നിരത്തി വെച്ചിട്ടുണ്ട്. ബ്രെഡൊക്കെ മുറിച്ച് എല്ലാ ഭാഗത്തും വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മസാല ഇതിൻ്റെ മീതെ ഇങ്ങനെ നിരത്തി കൊടുക്കട്ടോ. നമ്മൾ മസാല ഒക്കെ ചൂടാറിയിട്ടുണ്ട് കേട്ടോ. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ അങ്ങോട്ട് നമുക്ക് നിരത്തി കൊടുക്കണം. ഇതിൻ്റെ മീതെയാണ് നമ്മൾ ആ മുട്ട വെച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഓർമ്മയില്ലാതെ പിന്നെയും ബ്രെഡ് വെക്കാൻ പോവുകയാണ്. നമുക്കിനി മുട്ടകളൊക്കെ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ കവുത്തിയാണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ വെക്കുമ്പോൾ നമ്മൾ ഏത് പീസ് ഭാഗത്ത് കട്ട് ചെയ്താലും ആ ഭാഗത്തൊക്കെ മുട്ട ഉണ്ടാവും കേട്ടോ. നമുക്ക് ആദ്യം ചെയ്ത മാതിരി തന്നെ ബാക്കിയുള്ള ബ്രെഡും കൂടെ ഇങ്ങനെ പാലിൽ മുക്കിയാണ്ട് ഇതിൽ വെച്ച് കൊടുക്കട്ടെ. ഈ മുട്ടൊക്കെ നല്ല മറിയണ മാതിരി നമുക്ക് എല്ലാ ബ്രെഡും ഇങ്ങനെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇനി ഒന്നായിട്ട് വെക്കാൻ പറ്റാത്ത ഭാഗത്തൊക്കെ ഇങ്ങനെ മുറിച്ചാണ്ട് ഇങ്ങനെ പാലിൽ മുക്കിയിട്ട് നമുക്ക് ഇതിൽ തന്നെ വെച്ച് കൊടുക്കാം. ഞാൻ ബ്രെഡിൻ്റെ സൈഡൊന്നും കട്ട് ചെയ്തിട്ടില്ല കേട്ടോ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ നമ്മളിപ്പോൾ കട്ട് ചെയ്താൽ ഇപ്പോൾ വെറുതെ ആയിപ്പോവും. അതിനകത്ത് നമ്മൾ കട്ട്ലേറ്റൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ആ സൈഡ് ഭാഗം എടുത്തുകൊണ്ട് പൊടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഞാൻ അങ്ങനെയൊക്കെ ചെയ്യൽ. അവിടെയൊക്കെ കാണുന്ന അവിടെയൊക്കെ പീസുകളൊക്കെ ചെറുതാക്കി ഇങ്ങനെ പാലിൽ മുക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കട്ടെ. നമ്മൾ ഫുള്ള് കവർ ചെയ്യണം കേട്ടോ. അത് മസാലക്കൂട്ടും കോഴിമുട്ടൊന്നും പുറത്തേക്ക് തീരെ കാണാൻ പാടില്ല. അപ്പോൾ നമ്മൾ ഒരുവിധം പണിയൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടാണ്. ഇത്ര ഉള്ളൂ ഇതിന് പണിഞ്ഞ നേരെ തീയിലൊന്നും ഇങ്ങനെ അടുപ്പത്ത് വെച്ച് കൊടുത്താൽ അത് അവിടെ കിടന്ന് ഇങ്ങനെ വെന്തോളും. വെന്തതിന് ശേഷം ഒന്ന് മറിച്ചിട്ടാണ്ട് നമുക്ക് ഒന്നും കൂടെ ഒന്ന് മേൽഭാഗം ഒന്ന് ചൂടാക്കി എടുത്താൽ സാധനം സെറ്റായി. നമ്മൾ പൊരിക്കടി ഉണ്ടാക്കണമെങ്കിൽ എത്ര പോലെ എണ്ണ ആണല്ലോ, എത്ര പോകുന്ന സാധനം ഉണ്ടാക്കണമെങ്കിൽ പിന്നെ എന്നും നമ്മൾ ഈ എണ്ണയെ മുക്കി ഇങ്ങനെ പൊരിച്ച് തിന്നിടും അത്ര നല്ലതൊന്നുമല്ല. അപ്പോൾ ഞാൻ ഈ ബാക്കിയുള്ള പാലും മുട്ടയും കുരുമുളകും കൂടെ അടിച്ചിട്ടുണ്ടല്ലോ, അതിൻ്റെ മേലെ ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടാ ഒക്കെ വരിയിട്ടാ തുള്ളി ചപ്പും പൊതിന ഉണ്ടായിരുന്നു ഇട്ടതിൻ്റെ ബാക്കി അന്ന് വെറുതെ ഇങ്ങനെ അതിൻ്റെ മേലൊന്നും ഇങ്ങനെ ഇട്ട് കൊടുത്താട്ടാ. നോമ്പ് നമുക്ക് ചപ്പും പൊതിനൊക്കെ ഭയങ്കര ചിലവാലേ. എന്തിടുകയാണെങ്കിലും അതിലൊക്കെ ഉണ്ടാവും ഇയാൾ. അപ്പോൾ ഞാൻ എല്ലാ പണിയും കഴിഞ്ഞ് ഇനി ഇത് അടുപ്പത്ത് വെക്കട്ടെ. അതിൻ്റെ അടിയിൽ ഒരു തട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ചൂട് ഓവറാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ചൂടാൻ്റെ വെച്ചാൽ തീ വറ്റ കുറച്ചിട്ട് നമുക്ക് വെച്ചെടുക്കും. ഇങ്ങനെ അരമണിക്കൂറോ 3/4 മണിക്കൂറോ നോക്കിയിട്ട് നമുക്ക് ഒന്ന് എടുത്ത് നോക്കാം. നോക്കിയിട്ട് നമുക്ക് വെന്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ മൂടി വെച്ചാണ്ട് കത്തിച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ ഇപ്പോൾ 3/4 മണിക്കൂറിൻ്റെ മേലായിട്ട് അതുവരെ ആയിട്ടില്ല. കുറച്ച് നേരം കൂടെ ഇരിക്കട്ടെ. അപ്പോൾ വെന്തൊക്കെ സെറ്റായി വന്നിട്ടുണ്ട്. മേലെ ഇങ്ങനെ കാണുമ്പോൾ നമുക്ക് വേവാത്ത മാതിരി ഇപ്പോൾ തോന്നിട്ടാ. അത് നമുക്ക് ഒരു പാത്രത്തേക്ക് ഫ്രൈ പാത്രത്തേക്ക് കുട്ടി കൊടുത്തുകൊണ്ട് ഇതാക്കട്ടെ. അതിലും കുറച്ച് നെയ്യൊന്ന് വരട്ടട്ടാ. നമുക്ക് ഈ
പാത്രത്തേക്കാണ് ഇത് കവത്തി കൊടുക്കാനുള്ളത്. ഇത്രേ പണിയുള്ളൂ. നമ്മളെ സാധനം ഇവിടെ സെറ്റായി വന്നില്ലേ. ഒരു 3/4 മണിക്കൂർ നമുക്ക് വേറെയുള്ള പണിക്കൊക്കെ പോവാമല്ലോ. ഇവിടെ സെറ്റാക്കി വെച്ചിട്ട് കണ്ടാ നമ്മൾ അടിപൊളി നമ്മളെ മുട്ട പപ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അല്ലേ. നമ്മളെ വീട്ടിലത്തെ മുട്ട പപ്സാട്ടാ, കടയിലത്തെ അല്ലട്ടാ. അപ്പോൾ ഈ അടിഭാഗം മേൽഭാഗം കൂടെ ഒന്ന് ഈ ചട്ടി കിടന്നിട്ടൊന്ന് മുരിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് പാത്രത്തിൽ കിട്ടുകൊണ്ട് കട്ട് ചെയ്യട്ടാ. ഒന്ന് തീ കത്തിച്ച് കൊടുക്കട്ടെ. അപ്പോൾ നിങ്ങളാരെങ്കിലും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ കടിയാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കടിയാണ്. അധികം വലിയ ചിലവൊന്നും ഇല്ലാണ്, എണ്ണയൊന്നും നമുക്ക് മോചനമാണ്. അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് നോക്കട്ടാ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക. പോരായ്മകളും തെറ്റുകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ക്ഷമിക്കട്ടാ. നമുക്ക് റമദാൻ്റെ അക്കൗണ്ട് നമ്മളെല്ലാ ദോഷങ്ങളും തെറ്റുകളൊക്കെ അല്ലാഹ് പുറത്ത് മാഫാക്കി തരട്ടെ. നമ്മളെല്ലാ ഹലാലായ ഉദ്ദേശങ്ങളും അല്ലാഹ് നമുക്ക് നിറവേറ്റി തരട്ടെ. റമദാൻ്റെ അക്ക ബർക്കത്തുണ്ട്. എല്ലാവരും രോഗങ്ങളെ തൊട്ടും അപകടങ്ങളെ തൊട്ടും പടച്ചോൻ നമ്മളെല്ലാവരും കാത്ത് രക്ഷിക്കട്ടെ. അപ്പം ഇങ്ങനെ നമുക്ക് കുട്ടികളുടെ ആൾക്കാർക്കൊക്കെ പേടിയാണ്. സ്കൂളിലും മദ്രസയിലും പോണ നമ്മളെ മക്കളെ വേണ്ടാത്ത കൂട്ടുകെട്ടൊന്നും ചുറ്റുപാടുന്ന് പോകാൻ പടച്ചോൻ നമ്മളെ മക്കളെല്ലാവരെയും രക്ഷപ്പെടുത്തി തരട്ടെ. സോലിയത്തായ മക്കളാക്കി തരട്ടെ. ഉമ്മാക്കും ബാപ്പാക്കും കുടുംബങ്ങൾക്കും സമൂഹത്തിനും ഉപകാരമുള്ള മക്കളാക്കി തരട്ടെ. അതാണ് നമ്മളെ ഇത്. എന്നാൽ എല്ലാവരും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുക. എല്ലാവരോടും അസ്സലാമു അലൈക്കും.